സർ, ഇപ്പോൾ ഇറാൻ മേഖല ഒരു അസുഖകരമായ സമാധാനത്തിലാണ് എന്ന് പറയേണ്ടി വരും. ചർച്ചകളിൽ വലിയ പുരോഗതിയെന്നും താമസിയാതെ സ്ഥായിയായ ഒരു കരാർ എന്നുമൊക്കെ പറഞ്ഞു കേൾക്കുന്നുമുണ്ട്. പക്ഷേ പശ്ചിമേഷ്യയിലൂടെയുള്ള ഊർജത്തിൻ്റെയും മറ്റ് ഉൽപ്പന്നങ്ങളുടെയും സുഗമമായ ഒഴുക്കിന് നിർണായകമായ ഹോർമൂസിൻ്റെ നിയന്ത്രണം അമേരിക്കയ്ക്കാണ് എന്ന് ട്രംപ് ഇന്നലെയും ആവർത്തിച്ച് അവകാശപ്പെട്ടിരിക്കുകയാണ്. ട്രംപ് ഇത് നിരന്തരം പറയുന്നതാണ്. പക്ഷേ ഇതിലൊരു പുതുമയുള്ളത് ട്രംപ് എഴുതിയ വാക്കുകളാണ്. ഹോർമൂസ് കടലിടുക്കിന്മേൽ US പൂർണ്ണ നിയന്ത്രണമുണ്ട്. അത് നമ്മൾ തന്നെ കൈവശം സൂക്ഷിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ നാവിക ഉപരോധത്തെ എല്ലാവരും ഉരുക്കുമതിൽ എന്നാണ് വിളിക്കുന്നത്. ഇറാന് ഇതിൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. IRGC തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും അവർ ജീവനും കൊണ്ട് ഓടുകയാണ് എന്നുമൊക്കെ ട്രംപ് പരിഹസിക്കുന്നുമുണ്ട്. ഇറാൻ ഇനി പശ്ചിമേഷ്യയിലെ ഗുണ്ട അല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഈ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നതും. ഒപ്പം അള്ളാഹുവിനെ സ്തുതി എന്നുകൂടി അദ്ദേഹം കുറിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് ഇറാൻ മറ്റൊരു വെടിപൊട്ടിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകാലാവധി കഴിയുന്നതുവരെ യുദ്ധം മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകാൻ ഇറാന് സാധിക്കുമെന്നാണ് IRGC വ്യക്തമാക്കിയത്. സംഘർഷം നീട്ടിക്കൊണ്ടുപോയി ശത്രുവിനെ തളർത്തുന്നതിലൂടെ ഭാവിയിലുണ്ടാകുന്ന ആക്രമണങ്ങളെ തടയാൻ കഴിയുമെന്ന് IRGCയുടെ കമാൻഡർ ഇൻ ചീഫിൻ്റെ മുതിർന്ന ഉപദേഷ്ടാവായ മുഹമ്മദ് റസ നഖ്ദി വ്യക്തമാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി ട്രംപിൻ്റെ പണിയൊന്നും ഏൽക്കില്ല എന്നാണോ? അയൺ കർട്ടൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ ഭരണകൂടങ്ങൾ മാധ്യമങ്ങൾ കടന്നു വരാതെ അതിനെ ആ സംവിധാനത്തെ മുഴുവൻ സംരക്ഷിച്ച് ഒരിച്ചയ്ക്ക് പോലും കിടക്കാനാവാത്ത രീതിയിൽ നിർത്തിയിരുന്ന ഒരു കാലഘട്ടം, കമ്മ്യൂണിസ്റ്റ് കാലഘട്ടം ചൈനയിലും റഷ്യയിലുമൊക്കെ ഇരുമ്പ് മറയുണ്ടായിരുന്നു. ഇപ്പോൾ സമാനമായ രീതിയിൽ ഒരു വാളിനെ കുറിച്ചാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അയൺ വാൾ, ഹോർമൂസിൽ തങ്ങളൊരു ഇരുമ്പ് മറ സ്ഥാപിച്ചിരിക്കുന്നു. തങ്ങളുടെ സൈന്യമാണ് ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നത്. ഒമാൻ ഉൾക്കടലിൽ നിന്നും പേർഷ്യൻ ഗൾഫിലേക്കുള്ള കവാടമാണല്ലോ ഹോർമൂസ്. അത് പൂർണ്ണമായി തങ്ങളാണ് നിയന്ത്രിക്കുന്നത്. അതുമാത്രമല്ല, തങ്ങൾ 59 കപ്പലുകൾ, ഈ അടുത്ത സമയത്ത് 59 കപ്പലുകൾ വന്ന വഴി തിരിച്ചുവിട്ടു. ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല. ഇറാനിലേക്ക് എണ്ണ എടുക്കാൻ വരുന്ന കപ്പലുകളാണ്. തിരിച്ചുവിട്ടു. അതുമാത്രമല്ല, 3 കപ്പലുകൾ തങ്ങൾ ആക്രമിച്ചു. അതുപോലെ 2 കപ്പലുകളിൽ വലിയ ഞങ്ങൾ ഡിസേബിൾഡ് ആക്കി. അപ്പോൾ ഇതെല്ലാം തന്നെ ക്ലെയിം ചെയ്യുന്നത് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. ഹോർമൂസ് പൂർണ്ണമായി തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നത് അമേരിക്കൻ ക്ലെയിമാണ്. ഈ ക്ലെയിം ആ രീതിയിലൊന്നും വകവെച്ചു കൊടുക്കാൻ ഇറാൻ തയ്യാറല്ല. ഇറാൻ പറയുന്നു, നിങ്ങൾ പറയുന്നത് വിടുവായുത്തമാണ്. ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളുടെ സ്വാധീന മേഖലയായി ഇപ്പോൾ കൈവശം വെച്ചിരിക്കുകയാണ് ഹോർമൂസ്. നോക്കൂ, കപ്പൽ ഗതാഗതത്തിൻ്റെ ചാർട്ട് നോക്കൂ. ഹോർമൂസിലൂടെ എത്ര കപ്പലുകളാണ് യഥാർത്ഥത്തിൽ പോകുന്നത്? അമേരിക്കയാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ അമേരിക്കയ്ക്ക് കപ്പലുകളെ നിയന്ത്രിച്ച് വിടാമല്ലോ. നിർബാധം എണ്ണ കൊണ്ടുപോകാൻ സാധിക്കുമല്ലോ. ഇപ്പോൾ മുൻകാലങ്ങളിൽ പോയതിൻ്റെ പകുതി എണ്ണ പോലും, 1/3 എണ്ണ പോലും ഹോർമൂസ് കടന്ന് സുഗമമായി പോകുന്നില്ല. ഒമാനോട് ചേർന്ന പാതയിലൂടെ പോകുന്ന കപ്പലുകളെ നിരന്തരം ഇറാൻ ആക്രമിക്കുന്നു. കഴിഞ്ഞ ദിവസവും അങ്ങനെ ഒരു ആക്രമണമുണ്ടായി. അതുകൊണ്ട് ഇതിൽ ആര് പറയുന്നതാണ് ശരി? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നതാണോ, ഇറാൻ്റെ നേതൃത്വം പറയുന്നതാണോ സത്യം ഇതിന് മധ്യയാണ്. കാരണം അമേരിക്കയ്ക്ക് കൺട്രോളൊന്നുമില്ല എങ്കിൽ പോലും അമേരിക്കൻ നാവിക സാന്നിധ്യം അവിടെയുണ്ട്. അവർ നേരിട്ട് ഇറാനിയൻ നേവിയുമായി ഈ സമയത്ത് എൻഗേജ് ചെയ്യുന്നതായി വിവരങ്ങൾ ഇല്ല. ഒരു വശത്തെ സന്ധി സംഭാഷണം, ഇറാനും ഒമാനും തമ്മിലുള്ള സന്ധി സംഭാഷണം, അല്ലെങ്കിൽ ഹോർമൂസിൻ്റെ ഭാവി എന്ത്, എങ്ങനെ കപ്പലുകളെ കടത്തിവിടാം എന്നതിനെക്കുറിച്ച് അനന്തമായി നീളുന്ന ചർച്ച ഒരു ധാരണയിലായി എന്ന രീതിയിൽ കഴിഞ്ഞ ആഴ്ച തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ചർച്ചയുടെ പൂർണ്ണ വിവരം, അല്ലെങ്കിൽ ആ ചർച്ചയുടെ പരിസമാപ്തി ആയിട്ടില്ല. ചർച്ച പോകുന്ന ഡയറക്ഷൻ എങ്ങനെ, ഇതേക്കുറിച്ച് ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹോർമൂസിൻ്റെ വടക്കൻ ഭാഗം ഇറാൻ നിയന്ത്രിക്കും. എൻട്രി പോയിന്റ് ഇറാനും എക്സിറ്റ് പോയിന്റ് ഒമാനും നിയന്ത്രിക്കും. മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവച്ചതുമാണ്. പക്ഷേ ആത്യന്തിക കരാറുകൾ ഒന്നും തന്നെ ആയിട്ടില്ല. അതുമാത്രമല്ല, അമേരിക്ക ഇൻവോൾവ് ആകുന്ന ഒരു കരാറിലേക്ക് എത്തി നിൽക്കാനുള്ള ഒരു സമയവുമായിട്ടില്ല. ഈ ഘട്ടത്തിലാണ് ഇറാൻ്റെ
IRGC ആണല്ലോ ഇറാൻ്റെ യഥാർത്ഥത്തിലുള്ള ഭരണം നിർവഹിക്കുന്നത്. IRGCയുടെ നേതൃത്വത്തിൽ സമഗ്രമായ അഴിച്ചുപണിയാണ് മുജ്തബ ഖമനി കഴിഞ്ഞ ദിവസം നടത്തിയത്. IRGCയുടെ ടോപ്പ് കമാൻഡർ മാറ്റപ്പെട്ടു, ഡെപ്യൂട്ടി മാറ്റപ്പെട്ടു, ഇറാൻ സൈന്യത്തിൻ്റെ തലവനും മറ്റു പലരും 6 പ്രധാനപ്പെട്ട തസ്തികകളിലെങ്കിലും സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇവരെല്ലാം തന്നെ ശക്തമായ അമേരിക്ക വിരോധം, അമേരിക്ക വിരുദ്ധത, ഇസ്രയേലി വിരുദ്ധത, ഒരു രീതിയിലും ഇസ്രയേലുമായും അമേരിക്കയുമായും വിട്ടുവീഴ്ച ആവശ്യമില്ല എന്ന് കരുതുന്ന ആളുകളാണ്. അതായത് സോഫ്റ്റ് പെഡലിംഗ്, അല്ലെങ്കിൽ ഒരു ചെറിയതായിട്ട് വഴങ്ങി നമുക്ക് പോകാം. മിതവാദികൾ ആരും തന്നെ സൈനിക നേതൃത്വത്തിലോ IRGCയുടെ നേതൃത്വത്തിലോ ഇപ്പോഴില്ല എന്ന് ഉറപ്പ് വരുത്തിയിരിക്കുകയാണ് മുജ്തബ ഖൊമേനി. അത് മാത്രമല്ല, അപ്പം കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിസ നഖ്വി എന്ന് പറയുന്ന ഉപദേഷ്ടാവ്, അതായത് IRGCയുടെ തലപ്പത്തുള്ളവരെ ഉപദേശിക്കുന്ന അഡ്വൈസറാണ്, ചീഫ് അഡ്വൈസർ, പരസ്യമായി ഒരു പ്രസ്താവന നടത്തി. അതിങ്ങനെയാണ്: മിസ്റ്റർ ട്രംപ് അധികാരത്തിൽ അമേരിക്കയിൽ പ്രസിഡന്റ് സ്ഥാനത്ത് ഉള്ളിടത്തോളം കാലം ഇറാൻ ഒരു രീതിയിലും അമേരിക്കയുമായി ഈ വിഷയത്തിൽ, ഹോർമൂസ് വിഷയത്തിലോ ആണവ വിഷയത്തിലോ ചർച്ച ചെയ്യാൻ സന്നദ്ധമല്ല. ഇത് വലിയൊരു പ്രസ്താവനയാണ്. കാരണം നമുക്കൊരു അഡ്വൈസറുടെ പ്രസ്താവനയെ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ടോ? രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നല്ലേ ഇത് വരേണ്ടത്? മസൂദ് പസഷ്കിയാനോ, അതായത് പ്രധാന പ്രസിഡന്റ്, അതും അല്ല എങ്കിൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയോ, പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ഖലിബാഫോ ഒന്നും തന്നെ ഇത് പറഞ്ഞിട്ടില്ല. അങ്ങനെ അപ്പോൾ അവരൊക്കെ ഒരു സമവായത്തിൻ്റെ സ്വരത്തിൽ കൂടിയാണ് സംസാരിക്കുന്നത്. അവരൊക്കെ പലരും, പ്രത്യേകിച്ച് പെസഷ്കിയാൻ, ഒരു മിതവാദി നേതാവ് കൂടിയാണ്. ഇറാൻ ജനത തിരഞ്ഞെടുത്തത് ഒരു തീവ്ര വികാരമുള്ള ഒരാളിനെയല്ല, മിതവാദിയാണ്. അദ്ദേഹത്തിന് യുദ്ധം എങ്ങനെയെങ്കിലും സമാധാനപരമായി പര്യവസാനിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇതാണ് ഒരു പോസിറ്റീവ് കാര്യം. ഇറാൻ്റെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ്, അതുപോലെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഈ 2 പേരുമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ സ്ഥിരബുദ്ധിയോടുകൂടി ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, കൈവിട്ട് പോകരുത് എന്നാഗ്രഹിക്കുന്നവർ. ഈ 2 പേർക്കുമല്ല ഇവിടെ പ്രാധാന്യം കിട്ടുന്നത്. ഹാർഡ് ലൈനേഴ്സിനാണ് ഇറാനിൽ പ്രാധാന്യം ഇപ്പോൾ ഈ നിമിഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ കാരണങ്ങൾ ഇറാനുള്ളിൽ നിന്ന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. കാരണം ഇറാന് ഇപ്പോൾ ഒരു സോഫ്റ്റ് ലൈൻ അഡോപ്റ്റ് ചെയ്താൽ, ലേശം വഴങ്ങി കൊടുത്താൽ യഥാർത്ഥത്തിൽ ഭാവിയിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന ഒരു ചിന്ത ഇറാനിൽ പ്രബലമാണ്. അതുകൊണ്ടാണ് ജനകീയ പ്രക്ഷോഭങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇറാനിൽ നടക്കുന്നില്ല. ഭരണകൂടത്തിനെതിരെ ഉണ്ടായ വലിയ പ്രതിഷേധങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി കെട്ടടങ്ങിയിരിക്കുന്നു. ഇറാൻ ജനത യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ അച്ചടക്കത്തോടു കൂടിയാണ്, പ്രത്യേകിച്ചും പരമോന്നത നേതാവായ അലി ഖൊമേനിയുടെ ശവസംസ്കാര ചടങ്ങിന് ശേഷം കാര്യമായ ഒരു വലിയ രീതിയിലുള്ള ഒരു ശാന്തത ഇറാൻ ഉള്ളിലുണ്ട്. ദാരിദ്ര്യമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, വലിയ രീതിയിലുള്ള സാമ്പത്തിക ശോഷണം സംഭവിച്ചിരിക്കുന്നു. പെർ ക്യാപിറ്റ ഇൻകത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നു. വിദേശ നാണ്യ കരുതൽ ശേഖരം തീരെ ദുർബലമായ അവസ്ഥയിലാണ്. എണ്ണ കാര്യമായി വിൽക്കാൻ കഴിയുന്നില്ല. ഷാഡോ ഫ്ലീറ്റുകൾ പോലും മുൻപത്തേതുപോലെ സുഗമമായി പുറത്തേക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. അതാണല്ലോ യുദ്ധ സമയത്തെ കാര്യങ്ങളാണ്. പക്ഷേ ഇറാൻ ഇതെല്ലാം തന്നെ മുൻകൂട്ടി കണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇറാൻ പറയുന്നത്, ഇത്രയും വെയിറ്റ് ചെയ്യാമെങ്കിൽ ഞങ്ങളൊരു 3 വർഷം കൂടെ വെയിറ്റ് ചെയ്യും. 2029 ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസിഡൻസി അവസാനിച്ചു കഴിഞ്ഞ് സ്ഥിരബുദ്ധിയുള്ള, തലയ്ക്ക് സ്ഥിരതയുള്ള ഒരാൾ അമേരിക്കയിൽ പ്രസിഡൻ്റായി വന്നാൽ തങ്ങളപ്പോൾ ചർച്ചയെക്കുറിച്ച് ആലോചിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ക്ലെയിംസ് ആൻഡ് കൗണ്ടർ ക്ലെയിംസ് ആണോ? ഇറാൻ പറയുന്നു തങ്ങളാണ് ഹോർമൂസ് നിയന്ത്രിക്കുന്നതെന്ന്, വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നു. അമേരിക്ക പറയുന്നു തങ്ങളാണ് നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഇതിനിടയിൽപ്പെട്ട് ആകെ ചിതറി നിൽക്കുകയാണ്. അതിനിടയിൽ സഖ്യങ്ങളും ബദൽ സഖ്യങ്ങളുമായി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മൾട്ടിപ്പിൾ അലയൻസുമായി പോകുന്നു. ഇപ്പോൾ ഭൗമരാഷ്ട്രീയം ഇനി വരാൻ പോകുന്ന ട്രംപിൻ്റെ ശേഷിക്കുന്ന 2.5-3 വർഷം, ഈ സമയത്ത് ഭൗമരാഷ്ട്രീയം വല്ലാതെ മറിയാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ നടത്തുന്ന പ്രസ്താവനകൾ ഒരു സൂചന ആണ് എങ്കിൽ ദീർഘകാല പോരാട്ടത്തിന് ഇറാൻ തയ്യാറെടുത്തിരിക്കുന്നു. ഇതിൽ കൂടുതലൊന്നും ഇനി വരാനില്ല എന്നുള്ളതാണ്. ഇനിയുള്ളത് ആകെപ്പാടെയുള്ളത് ആണവ ആയുധ പ്രയോഗമാണ്. അത് അമേരിക്ക ചെയ്യുമെന്ന് ആരും, സ്വബോധമുള്ള ആരും വിശ്വസിക്കില്ല. അത് ഇസ്രയേൽ ചെയ്യുമെന്നും വിശ്വസിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ആണവ യുദ്ധം ഏതെങ്കിലും കാരണവശാൽ ഇറാനെതിരെ, ഇറാനെ ഇപ്പോൾ കൺവെൻഷണൽ വെപ്പൺസ് കൊണ്ട്, ഇപ്പം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു, B2 ബോംബേഴ്സ് കൊണ്ട് ആഴത്തിൽ പെനിട്രേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഉപയോഗിച്ചു.
ഇറാൻ അങ്ങനെയൊക്കെ ഉപയോഗിച്ചതുകൊണ്ട് മാത്രം കീഴടങ്ങും. ഇത്രയും വലിയൊരു രാജ്യമല്ലേ, ഏതാനും പ്രദേശങ്ങളിൽ, അത് തന്ത്രപ്രധാനമായ മേഖലകളായിരിക്കാം, അവിടെയെല്ലാം ബോംബ് ചെയ്താൽ പോലും ഇറാൻ വ്യവസ്ഥിതി ഫേംലി എൻട്രഞ്ച്ഡ് ആണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ, യുദ്ധത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഇറാൻ അധിക കാലം പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പലരും കരുതി. അതിനവരെ കുറ്റം പറയാനാവില്ല. കാരണം ഇറാൻ്റെ ഒരു സൈനിക ശക്തി അങ്ങനെയാണ്. കാരണം വ്യോമ പ്രതിരോധം ആ രീതിയിലില്ല. പക്ഷേ വ്യോമ പ്രതിരോധമല്ല ഇറാൻ്റെ ശക്തി, മറിച്ച് ടെറൈൻ അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് കരയിൽ പ്രവേശിക്കാതെ ഇറാനെ പരാജയപ്പെടുത്താനാവില്ല. ഇറാൻ്റെ ഭരണകൂടത്തെ കരയിലൂടെ പ്രവേശിച്ച് ഡോർ ടു ഡോർ ഫൈറ്റിംഗ്, മാൻ ടു മാൻ ഫൈറ്റിംഗ്, അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. ഇതൊക്കെ നമ്മൾ വേണേൽ കാൽപ്പനികമായി ചിന്തിക്കാമെന്നല്ലാതെ നടക്കുന്ന കാര്യമല്ല. അത് അമേരിക്കയ്ക്കും അറിയാം, ഇസ്രയേലിനും അറിയാം, അറബ് രാജ്യങ്ങൾക്കും അറിയാം. അപ്പോൾ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, പരമാവധി മനഃശാസ്ത്രപരമായൊരു മേൽക്കോയ്മ നേടുക. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോഴും പ്രസ്താവനകളിൽ ഉറച്ചു നിൽക്കുന്നത്. തങ്ങളാണ് ഹോർമോസ് നിയന്ത്രിക്കുന്നത് എന്ന് ലോകത്തോട് പറയുകയാണ്. തങ്ങളാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് കപ്പലുകൾക്ക് സുഗമമായി കടന്നു പോകാൻ കഴിയുന്നില്ല? അതിനുത്തരം അമേരിക്ക പറയാത്തിടത്തോളം കാലം അമേരിക്ക അല്ല യഥാർത്ഥത്തിൽ അത് നിയന്ത്രിക്കുന്നത്, ഇറാനും അല്ല നിയന്ത്രിക്കുന്നത്. രണ്ടു കൂട്ടരും യഥാർത്ഥത്തിൽ അതിനുവേണ്ടി വലിയ പോരാട്ടത്തിൽ തന്നെയാണ്. നേരിട്ട് പോരാടുന്നില്ല എങ്കിൽ പോലും ഇവരുടെയൊക്കെ ഇറാൻ്റെ നാവിക സാന്നിധ്യം ചെറിയ രീതിയിലുണ്ട്. കരയിൽ നിന്നും മിസൈലുകൾ, വലിയ തോതിൽ റോക്കറ്റുകളും ഡ്രോണുകളും മിസൈലുകളും എല്ലാം തന്നെ കടലിലെ ആ പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി, ഹോർമൂസിന് അഭിമുഖമായി വിന്യസിച്ചിട്ടുണ്ട്. എത്രയെല്ലാം അമേരിക്കൻ ആക്രമണം തീരദേശത്ത്, അതായത് തീരത്ത് എത്രയോ നഗരങ്ങളാണ്. ഈ നഗരങ്ങളിലെല്ലാം തന്നെ ബന്ദർ അബ്ബാസിൽ ഉൾപ്പെടെ വലിയ ആക്രമണങ്ങൾ, ഖിഷം ഐലൻഡിൽ വലിയ ആക്രമണമല്ലേ നടന്നത്? അവിടെ എല്ലാമുള്ള താവളങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചു എന്നാണ് അമേരിക്ക ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ നശിപ്പിച്ചു എന്ന് പറയുന്ന താവളങ്ങളിൽ നിന്നും നിരന്തരമായ റോക്കറ്റ് ആക്രമണം ഇപ്പോഴും ഹോർമൂസിന് നേരെ ഉണ്ടാകുന്നു, അതിലെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇറാൻ്റെ മിസൈൽ കേപ്പബിലിറ്റിയെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, നാളുകളിലും അതിന് കഴിയില്ല എന്നാണ് ഇപ്പോഴത്തെ സൂചന. അങ്ങനെയെങ്കിൽ പ്രസ്താവനകളിലൂടെ മുന്നോട്ട് പോകട്ടെ, ഏതെങ്കിലും രീതിയിൽ ഇറാൻ വഴങ്ങുമെങ്കിൽ നന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇനിയിപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ വിഷയത്തിലൊന്നും നേരിട്ടുള്ള ചർച്ച ഉടനെ എങ്ങും ഉണ്ടാവില്ല. ഹോർമൂസ് തുറക്കുന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ അമേരിക്കയുമായിട്ടല്ലല്ലോ സംസാരിക്കേണ്ടത്. അമേരിക്കയ്ക്ക് അവിടെ ഒരു കാര്യവുമില്ല. ആ നിലപാട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച് ഇറാൻ അനുകൂലതയോ അമേരിക്ക വിരുദ്ധതയോ അല്ല, മറിച്ച് അമേരിക്ക ബാഹ്യശക്തിയാണ്, ആ മേഖലയിൽ യാതൊരു കാര്യവുമില്ലാത്ത ശക്തിയാണ്. ആ നിലപാട്, ആ നിരീക്ഷണം, ആ അഭിപ്രായം ഞാൻ എക്കാലത്തും പറഞ്ഞിട്ടുണ്ട്. ബാഹ്യശക്തികൾ, അത് അമേരിക്ക മാത്രമല്ല, ചൈനയും ബാഹ്യശക്തിയാണ്, റഷ്യയും ബാഹ്യശക്തിയാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെയല്ല, പ്രാദേശിക ശക്തികളാണ്. അവരുടേതാണ് കടൽ. ആ കടൽ സൗദിയുടേതാണ്, പേർഷ്യൻ ഗൾഫ്. ആ കടൽ UAE-യുടേതാണ്, പേർഷ്യൻ ഗൾഫ്. ആ കടൽ പിന്നെ ഖത്തറിൻ്റെയാണ്, ബഹ്റൈൻ്റെയാണ്, കുവൈറ്റിൻ്റെയാണ്, ഇറാഖിൻ്റെയാണ്, ഇറാൻ്റേതുമാണ്. ഇതെല്ലാമാണ് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയണം. അവരുടെ താല്പര്യങ്ങൾ മറ്റുള്ളവർ തീരുമാനിക്കാതെ, മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കാതെ അവരവർക്ക് തീരുമാനിക്കാൻ കഴിയണം. അവിടെ മറ്റുള്ളവർ നടത്തുന്ന എല്ലാ ക്ലെയിമും ബാഹ്യശക്തികളുടെ, തൽപരകക്ഷികളുടെ സമ്മർദ്ദമായി മാത്രം കണ്ടുകൊണ്ട് പരമാവധി അമേരിക്കയെ മാറ്റി നിർത്താൻ ഇറാൻ മാത്രമല്ല സൗദി അറേബ്യയും ഗൾഫ് രാജ്യങ്ങളും ശ്രമിച്ചാൽ ഭാഗികമായി പ്രശ്നം പരിഹരിക്കപ്പെടാം. ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ വളരെ ഹൃദ്യമായ ഒരു സംസാരത്തിലുള്ള അന്തരീക്ഷമുണ്ടായാൽ അവർക്ക് തമ്മിൽ ഇടയിലുള്ള പ്രശ്നങ്ങൾ, അത് ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ടുണ്ട്, ചില ദ്വീപുകളെക്കുറിച്ചുള്ള ഡിസ്പ്യൂട്ടുണ്ട്, ഇതൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ എണ്ണ വിഷയം ഒരു പ്രശ്നമല്ല. പേർഷ്യൻ ഗൾഫിന് വടക്കുള്ള ഇറാനിലും തെക്കുള്ള സൗദിയിലും മറ്റ് GCC രാജ്യങ്ങളിലും ഒരുപോലെ എണ്ണയും പ്രകൃതിവാതകവുമുണ്ട്. ഇവരുടെ എല്ലാം തന്നെ ഇക്കോണമീസ് ഹൈഡ്രോ കാർബൺ ബേസ്ഡ് ആണ്, ക്രൂഡ് ഓയിൽ ബേസ്ഡ് ആണ്, നാച്ചുറൽ ഗ്യാസ് ബേസ്ഡ് ആണ്. അത് പുറത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സൗദിക്കും ഇറാനും ഒരേപോലെയുള്ള ഇൻട്രസ്റ്റാണ് ഹോർമൂസിൽ, വിരുദ്ധമായ ഇൻട്രസ്റ്റ് അല്ല. അവിടെ ഇവരെ തമ്മിൽ പരസ്പരം പറഞ്ഞ് തെറ്റിക്കാൻ ബാഹ്യശക്തികൾ അവിടെ ചുവടുറപ്പിച്ചിരിക്കുന്നത് ഒരു കാലത്തും ശരിയാവില്ല. ഉടനടി ഇത് മാറാനാവില്ല എന്ന് പലയാവർത്തി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഉടനടി അമേരിക്കയെ അവിടുന്ന് പറഞ്ഞു വിടാനാവില്ല. പക്ഷെ കരാറിൽ എത്തുന്നുവെങ്കിൽ അതിൽ ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിലാണ് കരാറിൽ ഏർപ്പെടേണ്ടത് ഹോർമൂസിനെ കുറിച്ച്. അതിൻ്റെ ഒരു തുടക്കമെന്ന നിലയിൽ GCC മേഖലയിലെ ഒരു രാജ്യമായ ഒമാൻ ഇറാനുമായി സംസാരിക്കുന്നു, ഒരു ധാരണയിലെത്തുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, അതിൽ GCC മേഖലയ്ക്ക് പുറത്തുള്ള ഇറാഖും അതിൽ പങ്കാളിയാകണം. ഇറാഖിൻ്റെയും ജീവനാഡിയാണ് ഹോർമൂസ് എന്ന് ഓർക്കണം. കുവൈറ്റ്,
സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, ഈ രാജ്യങ്ങൾ, UAE, ഈ രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഇറാനുമായി സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളാണ് ഹോർമോസ് നിയന്ത്രിക്കുന്നതെന്ന് ബാഹ്യശക്തിയായ അമേരിക്ക പറയേണ്ട കാര്യമില്ല. ഇറാൻ മാത്രമായി ഹോർമോസ് നിയന്ത്രിക്കേണ്ട കാര്യവുമില്ല. കാരണം അമേരിക്കയുമായി ബലാബലം പിടിക്കുമ്പോൾ ഒരു തന്ത്രം എന്ന നിലയിൽ ഇറാൻ ഹോർമോസ് നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു എന്നത് സ്വാഭാവികമാണ്. അതൊരു യുദ്ധ തന്ത്രമാണ്. അത് അവരുടെ യുദ്ധ സ്ട്രാറ്റജിയുടെ ആണിക്കല്ലുമാണ്. അല്ലാതെ ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു മനസ്സിൻ്റെ ഒരു മാറ്റം, ഒരു ചിന്താഗതിയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവാതെ പരിഹാരങ്ങൾ ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ, ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം ഇപ്പോൾ എത്ര ദിവസമായി തുടരുന്നു, എത്ര മാസങ്ങൾ, 1/2 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും വഞ്ചി തിരുനക്കരെ തന്നെയാണ്, ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല, സംഘർഷമാണ്. അപ്പോൾ അതിനിപ്പോൾ ഈ രൂപത്തിൽ അവസാനിക്കില്ല. അത് അമേരിക്കയുമായി ഇറാൻ സന്ധി ചെയ്തുകൊണ്ട് ഇത് അവസാനിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് പ്രസിഡന്റ് അവസാനിക്കുന്നതുവരെ, പ്രസിഡന്റ് പദത്തിൽ മാറ്റമുണ്ടാകുന്നതുവരെ. ഇനി അമേരിക്കയ്ക്ക് വേണമെങ്കിൽ തിരിച്ചും പറയാം, ഇറാൻ്റെ ഭരണ സംവിധാനം മാറുന്നതുവരെ ചർച്ചയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് പറയാനാവില്ല. ഇറാൻ്റെ ഭരണകൂടം, 2 രാജ്യങ്ങളാണ്. ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ഭരണകൂടം അത് കുറച്ച് വ്യത്യസ്തമാണ്. അമേരിക്കയുടെ പോലെയുള്ള ഭരണകൂടമല്ല. അത് മതഘടനകൾക്ക് നേരിട്ട് നിയന്ത്രിക്കാവുന്നതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ പൂർണ്ണ നിയന്ത്രണം മുജ്തബ ഖുമൈനിയുടെ കരങ്ങളിൽ എത്തി എന്ന് വേണം കരുതാൻ. കാരണം ഈ മുഴുവൻ റീവാമ്പിങ് നടത്തിയിരിക്കുന്നു. ഇപ്പോൾ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, മസൂദ് പെസഷ്കിയാനും അബ്ബാസ് അറാക്ചിയും ഒക്കെയുള്ള ഒരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അവർ ആത്യന്തികമായി റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കമാൻഡ് അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകൂ. അതുകൊണ്ട് ആ സിസ്റ്റം വളരെ സ്ട്രോങ് ആണ്, സ്റ്റേബിളാണ്, സെക്യൂറാണ്. അത് എത്രത്തോളം ഡെമോക്രാറ്റിക് ആണ് എന്നത് ഡിബേറ്റബിൾ പോയിൻ്റാണ്. അതും ഒരു വിമർശനം എന്ന നിലയിൽ വേണമെങ്കിൽ കൂട്ടിക്കോളൂ. പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല. അമേരിക്കയിൽ ജനങ്ങൾ ചോദിക്കും. ട്രംപിന് വിടുവാ പറയാം, പക്ഷേ ട്രംപ് ജനങ്ങളെ ഫേസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് 4 വർഷത്തിന് ശേഷമല്ല, ഇപ്പോൾ തന്നെ ഇടക്കാല തിരഞ്ഞെടുപ്പ് നവംബറിൽ വരുന്നു. അപ്പോൾ ജനം കണക്ക് ചോദിക്കും. ട്രംപിനെ ബാലൻസ് ചെയ്യാൻ പാർലമെൻ്റ് ഉണ്ട്, അമേരിക്കൻ പാർലമെൻറ്റായ കോൺഗ്രസ് ഉണ്ട്. അതെല്ലാം വളരെ നിർണായകമായ കാര്യങ്ങളാണ്. അതുമാത്രമല്ല, ഇസ്രയേലിനെയും ബാലൻസ് ചെയ്യാൻ അവിടുത്തെ ജനങ്ങളുണ്ട്. ഇസ്രയേൽ എന്ന രാജ്യം പലപ്പോഴും അതിരുവിടുന്നു. അത് രാജ്യത്തെ ഭരണാധികാരികളുടെ, രാജ്യമെന്നതല്ല, അവിടുത്തെ ഭരണാധികാരികളുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി വികാരങ്ങൾ, ദേശീയ വികാരങ്ങൾ, അല്ലെങ്കിൽ തീവ്ര ജൂയിഷ് വികാരങ്ങൾ, സയനിസ്റ്റ് ചിന്തകൾ ആളിക്കത്തിക്കുന്നു. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ്. അവിടെയും ബെഞ്ചമിൻ നെതന്യാഹുവിന് കാലിടറി എന്നിരിക്കാം. ഇനി വരാൻ പോകുന്ന ഒക്ടോബറിൽ, അടുത്ത 2 മാസത്തിനുള്ളിൽ ഇസ്രയേലിൽ തിരഞ്ഞെടുപ്പാണ്. ഇതെല്ലാം തന്നെ മുന്നിൽ വരാനുള്ളത് കൊണ്ട് പെട്ടെന്നൊരു കരാറിൽ എത്തണമെന്ന സമ്മർദ്ദമുള്ളത് അമേരിക്കയ്ക്കാണ്. ഇസ്രയേൽ അങ്ങനെ ഒന്നും സമ്മർദ്ദമൊന്നുമില്ല. പരമാവധി ഇസ്രയേൽ എന്നല്ല, ഇസ്രയേൽ എന്ന് വായിച്ചെടുക്കരുത്, ബെഞ്ചമിൻ നെതന്യാഹു എന്ന് വായിക്കണം. ബെഞ്ചമിൻ നെതന്യാഹുവിന് തീർച്ചയായും നീളട്ടെ എന്നതാണ്. കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിൽ തിരിച്ചു പ്രധാനമന്ത്രി പദത്തിൽ എത്തണമെങ്കിൽ എന്തെങ്കിലും വിജയങ്ങൾ തൻ്റെ കീഴിൽ ഉണ്ടായി എന്ന് തെളിയിക്കണം ഇസ്രായേൽ ജനതയോട്. അതിപ്പോഴത്തെ രീതിയിൽ, ആ രീതിയിൽ പറ്റില്ല. ഹമാസിനെ പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്തിട്ടില്ല, ഗാസ പീസ് പ്ലാൻ ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും അത് ഇസ്രായേൽ ആഗ്രഹിക്കുന്ന രീതിയിലല്ല അവിടെ ഗാസയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെ ട്രംപും പിടിമുറുക്കിയിട്ടുണ്ട്. ആ പീസ് പ്ലാൻ മനസ്സില്ലാ മനസ്സോടുകൂടി, വിട്ടുവീഴ്ചയോടുകൂടി അംഗീകരിക്കേണ്ടി വരും ഇസ്രായേൽ ഇന്നല്ലെങ്കിൽ നാളെ. അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വല്ലാതെ മുഖം നഷ്ടപ്പെടും. ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസൊക്കെ അങ്ങ് പോവുകയാണ്, ചവറ്റുകൊട്ടയിൽ പോവുകയാണെങ്കിൽ പിന്നെ ട്രംപൊക്കെ ആ സ്ഥാനത്ത് ഇരിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ഈ ട്രംപിന് പിന്മാറാനൊന്നും ആവില്ല, അമേരിക്കയ്ക്ക് ആ കാര്യത്തിലൊന്നും പിന്മാറാനാവില്ല. അതുകൊണ്ട് അമേരിക്കയിലും ഇസ്രയേലിലും ചിന്തകൾ മാറിയും. ഇതാണ് ഇറാൻ്റെ പ്രധാനപ്പെട്ട പ്രതീക്ഷ. അതുവരെ ഇറാൻ ഹോർമൂസിലുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. നിയന്ത്രണം അവരുടേതായ രീതിയിൽ ഉള്ള സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിന് തടയിടാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് നിരന്തരം പറയും, തങ്ങളാണ് ഹോർമൂസ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത്, കപ്പലുകൾ സുഗമമായി കടന്നു പോകുന്നുണ്ട് എന്ന വ്യാജ പ്രചരണവും നടക്കും. സുഗമമായി കടന്നു പോകുന്നില്ല, എന്നാൽ ഏതാനും കപ്പലുകൾ കടന്നു പോകുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. സങ്കീർണതകൾ അവശേഷിക്കുന്നു. ആത്യന്തിക സമാധാനത്തിൻ്റെ താക്കോൽ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ GCC രാജ്യങ്ങളുടെ കയ്യിലാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ.